2019 അറ്റകുറ്റപ്പണിക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത് ചെമ്പുപാളി എന്ന മുൻ പ്രസ്താവനയിൽ മലക്കം മറിഞ്ഞ് അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ സ്വർണം പൂശിയ ചെമ്പുപാളിയാകാം കൈമാറിയത് എന്നാണ് ഈ പുതിയ പ്രതികരണം. ദേവസ്വം ഭരണം സർക്കാർ അവസാനിപ്പിക്കണമെന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ യോഗനാഥത്തിലൂടെ ഇന്ന് ആവശ്യപ്പെട്ടതും മറ്റൊരു വാർത്തയായി. ഒരു വിവാദത്തിനും അടിസ്ഥാനമില്ല. അത് ചെമ്പ് തകിടിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, സ്വർണം പൂശാണ്. ആ സ്വർണ്ണപ്പൂശ് പോയത് കൊണ്ടാണ് ദ്വാരപാലകരെന്ന് പറയുമ്പോൾ ക്ഷേത്രത്തിനോട് വാതിലിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. അത് കറുത്ത് ഇരിക്കുന്നത് കണ്ടപ്പോഴാണ് അതൊന്നുകൂടെ കൃത്യമാക്കി ചെയ്താൽ കൊള്ളാം എന്നുള്ള ഒരു പ്രപ്പോസൽ തിരുവാഭരണം കമ്മീഷണറുടെ ഭാഗത്തു നിന്നാണെന്ന് തോന്നുന്നു അവിടെ വന്നു. അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ സ്വർണം അല്ലെങ്കിൽ ശബരിമലയിലെ സ്വർണം എടുത്തിട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞു. അപ്പോഴാണ് ഇങ്ങനൊരു സ്പോൺസർ ചെയ്യും എന്ന് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അത് 2019 കൈമാറിയത് ചെമ്പുപാളി എന്ന് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയിലാണ് ഇന്ന് എ പത്മകുമാർ വിശദീകരണവുമായി എത്തിയത്. ഇന്നത്തെ പ്രതികരണം ഇങ്ങനെ: 44 കിലോ സ്വർണം കൊണ്ടുപോയി, തിരിച്ചു കൊണ്ടുവന്നപ്പോൾ 38 കിലോ സ്വർണമേ ഉള്ളൂ. 6 കിലോ സ്വർണത്തിന്റെ കുറവ് വന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇത് ചെമ്പ് പാളിയാണ്, ഇത്രയും തൂക്കം വരുന്നത് ചെമ്പ് പാളിയാണ്, അതിന് പ്ലേറ്റ് ഇല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സ്വർണമോ ചെമ്പോ എന്ന് തനിക്കറിയില്ലെന്ന് കൈമാറ്റം നടക്കുമ്പോൾ മഹസറിൽ ഒപ്പിട്ട മുൻ മേൽശാന്തി VN വാസുദേവൻ നമ്പൂതിരി 24-നോട് പറഞ്ഞു. അതേസമയം വിവാദങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിലും CBI അന്വേഷണം വേണമെന്നാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം. ഒരു CBIയുടെ തന്നെ അന്വേഷണം വെച്ചുകൊണ്ട് ഇതിന്റെ മൊത്തം എവിടെയെല്ലാം എന്തെല്ലാം പോയി, ഇതിന്റെ ആസ്തി ബാധ്യത, അതുപോലെ സ്വർണങ്ങൾ, ഇതെല്ലാം എന്തുമാത്രമുണ്ട് എന്ന് തിട്ടപ്പെടുത്തിയും അവരുടെ പേരിൽ മാതൃകാപരമായ നടപടികൾ സ്വീകരിക്കുവാനും നന്നായിരിക്കും, എന്നാലേ ഒരു ഭയമുണ്ടാവുള്ളൂ. അതേസമയം വിവാദം കേരള പോലീസ് അന്വേഷിച്ചാൽ തെളിയില്ലെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു. CBI അന്വേഷണം വേണമെന്ന് കഴിഞ്ഞ ദിവസം UDF നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.